നമസ്കാരം. ഇസ്ലാമിക ഭീകരവാദികൾ എപ്പോഴും അവരുടെ എതിർ മതങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കും, അവരെ കൊന്നു തള്ളിക്കൊണ്ടേയിരിക്കും. അത്തരത്തിൽ ഐസിസ് നിറഞ്ഞ് വിളയാടുന്ന കളിയാടുന്ന ഒരു ഇടമാണ്, അതായത് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ് നൈജീരിയ എന്ന് പറയുന്നത്. നൈജീരിയയിൽ അവിടുത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തരമായി ഐസിസിൻ്റെ ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഐസിസ് ആക്രമണത്തിനെതിരെ നൈജീരിയൻ ഗവൺമെൻറ് കാര്യമായി ഒന്നും ചെയ്തില്ല. 2023 മുതൽ അമേരിക്കയുടെ നിർദ്ദേശമുണ്ടായിരുന്നു കൃത്യമായ ഓപ്പറേഷൻസ് ഈ ഭീകരവാദികൾക്കെതിരെ നടത്തണം എന്നുള്ളത്. എന്നാൽ അവരതൊന്നും ചെയ്യുവാൻ തയ്യാറായില്ല. ഇപ്പോൾ ഇത് അമേരിക്ക നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. അവിടെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഐസിസിൻ്റെ ഗ്ലോബൽ സെക്കൻഡ് ഇൻ കമാൻഡൻ്റായ അബൂ ബിലാൽ അൽ മിനൂക്കിക്കെതിരെ ഒരു ശക്തമായ ഓപ്പറേഷൻസ് നടത്തുകയും ആ ഓപ്പറേഷനിലൂടെ അയാളെ കൊന്നു തള്ളുകയുമായിരുന്നു അമേരിക്ക ചെയ്തത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഇതൊരു സൂചന കൂടിയാണ്. അതായത് നിരന്തരം ഇസ്ലാമിക ഭീകരവാദം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക ഭീകരവാദികൾ മറ്റു മതങ്ങൾക്കെതിരെ വളരെ ശക്തമായ ഓപ്പറേഷൻ നടത്തുകയും അവിടെയെല്ലാം ഇസ്ലാമിക നിയമം ഉണ്ടാക്കിയെടുക്കുക, ഒരു ഇസ്ലാമിക നിയമങ്ങൾക്ക് കീഴിൽ അവരെ കൊണ്ടുവരിക എന്നതാണ് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അത് ഐസിസ് ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും ഇങ്ങനെയുള്ള ഭീകരവാദ സംഘടനകൾ, ഞാൻ എല്ലാ ഭീകരവാദ സംഘടനകളെയും ഒരുമിച്ച് ഒരേ രീതിയിൽ കണ്ട് പറയുകയല്ല. SDP നമുക്ക് ഐസിസിനെ ഒന്നും ഒരുമിച്ച് ഒരേപോലെ അത്ര വലിയ പവർഫുള്ളും ഒന്നും അല്ല. പക്ഷേ അവരുടെ എല്ലാം ലക്ഷ്യം ഒന്നാണ് എന്നുള്ളതാണ്. അതായത് ഈ PFIയിൽ നിന്നുണ്ടായ സംഘടനയാണ് SDP. അവരുടെയും ആത്യന്തികമായ രാഷ്ട്രീയ ലക്ഷ്യം ഇസ്ലാമിക മതസ്ഥാപനം തന്നെയാണ്. ഇന്ത്യ പിടിച്ചടക്കുക അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭരണത്തിൽ വരിക എന്നവർ ഉദ്ദേശിക്കുന്നതിൻ്റെയും പിന്നിൽ ഇത് തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള സൂചനകൾ അവർ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നൈജീരിയയെ പിടിമുറുക്കുകയും അവിടുത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരെ, അവിടുത്തെ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ നീക്കങ്ങളൊക്കെയും അവിടുത്തെ മനുഷ്യരെ കൊന്നു തള്ളിക്കൊണ്ട് ഒരു ദയവുമില്ലാതെ ഇന്ത്യയിലെ ബുദ്ധിജീവികളടക്കം, അതായത് ഹമാസിന് വേണ്ടി നിരന്തരം വാചാലരാകുന്ന ബുദ്ധിജീവികളടക്കം മിണ്ടാട്ടം മുട്ടിപ്പോയി നൈജീരിയയിലെ ഈ നീക്കങ്ങളെല്ലാം കണ്ടിട്ട്. നൈജീരിയയിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെയും നടക്കുമ്പോഴും ഇവരൊരു വാക്ക് പോലും അതിനെതിരെ ശബ്ദിക്കുന്നുണ്ടായിരുന്നില്ല, അതിനെതിരെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ നിരന്തരം ആക്രമണം നടത്തുന്ന ഒരു സ്ഥലമായിരുന്നു നൈജീരിയ. ആ നൈജീരിയയിൽ ഇപ്പോൾ വളരെ ശക്തമായൊരു നീക്കം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഹമാസിനെതിരെ ആക്രമണം ആദ്യമായിട്ട് ഇസ്രായേൽ നടത്തുമ്പോൾ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു തുടക്കം മാത്രമാണ്, ലോകത്തിലെ ഇസ്ലാമിക ഭീകരവാദികളുടെ അന്ത്യം കുറിക്കുകയാണ് ഇതിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്, അതിൻ്റെ തുടക്കം മാത്രമാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നീക്കത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നൈജീരിയയിൽ നടക്കുന്നത്. അടുത്ത ഇസ്രായേലിൻ്റെ ഓപ്പറേഷനും നൈജീരിയയിൽ തന്നെ ആയിരിക്കും. അവിടെയുള്ള ഐസിസ് ഭീകരവാദികളെ തുടച്ചു നീക്കുക എന്നത് തന്നെയായിരിക്കും അടുത്ത ലക്ഷ്യം എന്നതിനുള്ള വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഭീകരവാദികൾക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തുന്ന രാജ്യങ്ങളുടെയൊക്കെയും ലക്ഷ്യം നൈജീരിയ തന്നെയായിരിക്കും. 2025 മുതൽ തന്നെ നൈജീരിയക്ക് നിർദ്ദേശം നൽകിയിരുന്നു, ഇതിനെതിരെ എന്തെങ്കിലും ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഐസിസിൻ്റെ അവിടുത്തെ ഓഫ്ഷൂട്ടായ പ്രാദേശിക ഭീകരവാദ സംഘടനയായ ഈ ബൊക്കോ ഹറാമിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത് സമാനതകളില്ലാത്ത ന്യൂനപക്ഷ വേട്ടയാണ്. നിരന്തരം ആൾക്കാരെ കൊന്നൊടുക്കുന്നു, കുട്ടികളെ കൊന്നൊടുക്കുന്നു, അവരെ വലിയ ക്രൂരതയിൽ ആക്രമിച്ചും പീഡിപ്പിച്ചും കൊലപ്പെടുത്തുന്ന ഒരു രാജ്യമായി മാറിയിരുന്നു നൈജീരിയ. അപ്പോൾ നൈജീരിയയിലേക്കുള്ള ഒരു ആക്രമണം വളരെ കൃത്യവും വ്യക്തവും ശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണമായിരിക്കും ഇനി നടത്തുവാൻ പോകുന്നത്. നേരത്തെ ക്രിസ്മസ് ദിനത്തിൽ നോർത്ത് വെസ്റ്റേൺ സൊക്കോട്ടോ, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സഹേൽ എന്ന ഭാഗം, നൈജീരിയയുടെ സൊക്കോട്ട മേഖലയിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ നടന്നത് അബൂ ബിലാൽ അൽ മിനൂക്കിക്ക് നേരെ. എന്തായാലും അബൂ ബിലാൽ അൽ മിനൂക്കിയെ കൊന്ന് തള്ളിയതോടുകൂടി ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനത്തിന് തന്നെ കാര്യമായ രീതിയിൽ മങ്ങലേറ്റിട്ടുണ്ട്. കാരണം അവരുടെ ഒരു ആസൂത്രകനാണ് ഈ അബൂ ബിലാൽ അൽ മിനൂക്കി എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡൻ്റാണ്. അതോടുകൂടി അതായത് ഐസിസിൻ്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുവാൻ കൂടി അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇനി അങ്ങനെയൊന്നും
തലപൊക്കുവാൻ വേണ്ടിയിട്ട് ഈ നൈജീരിയയിലെങ്കിലും അത്തരത്തിൽ വലിയ നേരത്തെ ഉണ്ടായിരുന്ന നീക്കങ്ങളെ പോലെയൊന്നും തലപൊക്കുവാൻ കഴിയില്ല. ഇനി തലപൊക്കിയാൽ തന്നെ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് ഈ നൈജീരിയയിലേക്ക് പോകുന്നുമുണ്ട്. നൈജീരിയ അങ്ങനെ വെറുതെ വിടുവാൻ വേണ്ടിയിട്ട് ലോകം തയ്യാറായിട്ടില്ല. അവിടെ അത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമായ ക്രൂരതയാണ് അവിടെ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൽ എവിടെയും ഇത്തരത്തിലുള്ളതായിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ ആക്രമണത്തിനെതിരെ ഒരിക്കലും ഇന്ത്യയിൽ നിന്നടക്കം ബുദ്ധിജീവികളടക്കം ലോകത്തിലെ ഈ ലെഫ്റ്റ് ലിബറലുകളൊന്നും തന്നെ ശബ്ദമുയർത്തില്ല. കാരണം ഈ ഭീകരവാദികളുമായിട്ടുള്ളൊരു അജണ്ടയാണ്, ഒരു രഹസ്യ അജണ്ട പോലെയാണ് അവർ പെരുമാറിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇവരെങ്ങനെയാണ് ഒരു വൺ സൈഡഡ് ആയിട്ട് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യത്വ വിരുദ്ധമായിട്ട് ചിന്തിക്കുന്നത് എന്ന് പോലും അറിയില്ല. ഇവിടുത്തെ കൊലപാതകങ്ങൾ എല്ലാ മനുഷ്യരുടെയും ദേഹത്തു നിന്ന് പൊടിയുന്നത് ചോര തന്നെയല്ലേ? അവർക്കും ജീവിക്കുവാനുള്ള അവകാശം വേണ്ടേ? അപ്പോൾ ഈ രീതിയിൽ ഇത് നേരത്തെ ഇറാനിലും ഈ രീതിയിൽ തന്നെയായിരുന്നു. ഇറാൻ നടത്തുന്ന ജനകീയ വിരുദ്ധമായിട്ടുള്ള ആക്രമണത്തിന് നേരെ ഒരു വാക്കുപോലും ആരും മിണ്ടുവാൻ തയ്യാറായിട്ടില്ല. ഇറാൻ എന്തൊക്കെ തരത്തിലുള്ള ആക്രമണം, 30,000 അടുത്ത് ആൾക്കാരെയാണ് ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ കൊന്നൊടുക്കിയത്. ഇറാനിൽ ഖമനായി ഭരണകൂടത്തിൻ്റെ ഈ രക്തരൂക്ഷിതമായിട്ടുള്ള ആക്രമണത്തിനെതിരെ ഒരു വാക്ക് പോലും ആരും മിണ്ടിയില്ല. ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ആർക്കും മിണ്ടാട്ടമില്ല. അപ്പോൾ ഇതിനൊക്കെ ഈ ഭീകരവാദം ഇനിയിപ്പോൾ ചിലപ്പോൾ കൊണ്ടുവന്ന് ബഹളം വയ്ക്കാൻ ആയി, അമേരിക്ക വീണ്ടും സാമ്രാജ്യവിരുദ്ധമായ നീക്കങ്ങൾ നടത്തുവാൻ പോകുന്നു എന്നൊക്കെയുള്ള വാക്ധോരണികൾ ഇനി ഉടൻ തന്നെ ഉണ്ടാകും, അത് ഉറപ്പാണ്. അപ്പോൾ ഈ വാക്ധോരണികളിലോ അല്ലെങ്കിൽ അവരുടെ ബഹളങ്ങളിലോ ഒന്നും ആരും വിറങ്ങലിക്കാൻ പോകുന്നില്ല. ശക്തമായ ആക്രമണം തന്നെ നടത്തും. നേരത്തെ ബംഗ്ലാദേശിൽ അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോഴും ഇതേ അഭിപ്രായമായിരുന്നു, ഇതേ രീതിയായിരുന്നു. നമ്മൾ ഇവിടെ കഴിഞ്ഞ 2021 ബംഗാൾ ഇലക്ഷൻ വന്ന ഉടനെ തന്നെ ഇവിടുന്ന് ചില മലയാളികളൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, അവിടെ ബംഗാളിൽ നിരന്തരമായ കലാപം നടക്കുന്നു, നിങ്ങൾ ഒന്ന് പ്രതികരിക്കൂടെ? അപ്പോൾ പറഞ്ഞത് സംഘികൾ മരണപ്പെടുന്നതിന് ഞങ്ങൾക്ക് എന്താണ് എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു ബന്ധപ്പെട്ട ആൾ പറഞ്ഞത്. എന്തുമാത്രം മനുഷ്യത്വ വിരുദ്ധമായ പ്രസ്താവനയാണെന്ന്. മനുഷ്യരെ കൊന്നൊടുക്കുന്നതിൽ ന്യൂസ് ഏജൻസികൾ അല്ലെങ്കിൽ വാർത്താ ചാനലുകൾക്ക് ഈ ഇനം തിരിച്ചാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും നടന്ന ഈ നീക്കവും വളരെ സാധാരണമായ റിപ്പോർട്ടിംഗ് ആണ്. അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന തരത്തിലല്ല അവരുടെ പ്രസ്താവനകളോ ബുദ്ധിജീവികളുടെ അഭിപ്രായങ്ങളോ ഒന്നും. അപ്പോൾ ഇതെല്ലാം തന്നെ വൺ സൈഡഡ് ആയിട്ട് അവിടെ ഹിന്ദു മരണപ്പെട്ടാലും ക്രിസ്ത്യാനി മരണപ്പെട്ടാലും ഇവർക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പവുമില്ല. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപ്പീസ്മെൻറ്റ് പോളിസി, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷിപ്പിക്കൽ നാടകങ്ങൾ നടത്തുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. എന്തായാലും ലോകം അത്തരത്തിലല്ല. ലോകത്തിൻ്റെ ജനാധിപത്യ ബോധം, അവരുടെ കൃത്യമായ രീതിയിലുള്ള ബോധം എന്തായാലും ലോകത്തിലെ ഭീകരവാദികൾക്ക് നേരെയുള്ള സന്ധിയില്ല സമരം തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോൾ അതിനുള്ള ഒരു നീക്കം നടത്തിയതിലൂടെ ലോകത്തിൽ മുന്നിൽ തെളിയിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഇസ്രായേലും കൂടി എത്തുന്നതോടുകൂടി നൈജീരിയയിൽ ഐസിസിൻ്റെ ബൊക്കോ ഹറാമിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം താറുമാറാകും എന്ന് ഉറപ്പാണ്. കാരണം കുറച്ച് നാളായി ഈ ആഫ്രിക്കയിലേക്ക് നോട്ടമിടാൻ തുടങ്ങിയിട്ട്. നേരത്തെ ചൈനയാണ് അവിടെ പിടിമുറുക്കുന്നത്. ചൈനയ്ക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. ചൈനയ്ക്ക് സാമ്പത്തികമായി ഇവരെ ചൂഷണം ചെയ്യുക മാത്രമാണ്. അതിൽ നിന്ന് ശേഷം ചൈന വിട്ടിട്ട് പോകും. ഇവിടെ ഭീകരവാദം വളർന്നാലും ചൈനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പാകിസ്ഥാനിൽ വന്ന് വേണ്ടത്ര എല്ലാം ഉപയോഗിച്ചെടുത്തുകൊണ്ട് പോയതിന് ശേഷം പാകിസ്ഥാനിൽ ഭീകരവാദ രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ചൈന ഇട്ട് കളഞ്ഞിട്ട് പോയി. അതുപോലെ ആയിരിക്കില്ല ജനാധിപത്യ രാജ്യങ്ങൾ. എന്തായാലും തീർച്ചയായിട്ടും ഇത് ഒരു തുടക്കം മാത്രമാണ്. നൈജീരിയയിലെ ഭീകരവാദികളെ നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് ട്രംപും. അതോടൊപ്പം തന്നെ ഇസ്രായേലിന് അടുത്തായി എത്തും. ഭാരതത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇതിന് സഹായകരമായി തീരും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.